യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം, എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് എന്ന്. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട എന്ന വാക്ക്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പറഞ്ഞാൽ അതിനപ്പുറം അയാൾക്ക് ആശ്വാസം നൽകുന്ന മറ്റെന്തുണ്ട്? ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ ആശ്വാസമേകുന്ന ഒരിടം ഉണ്ടാവുക എന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിന്റെ ജനനം അരക്ഷിതരായ മനുഷ്യർക്ക് ആശ്വാസമാകുന്നത് അവന്റെ ജീവിതത്തിന്റെ കൂരിരുട്ടിൽ വെളിച്ചമാകാൻ അവൻ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പിലാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്നാണ് ക്രിസ്തുവിന്റെ ജനനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവം നിന്നോടുകൂടെ, അതിനാൽ നീ ഭയപ്പെടേണ്ട. താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, കണ്ണീരൊപ്പുന്ന ദൈവം എന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ലോകത്തിലെ ഒന്നിനെയും ഭയക്കാതെ ജീവിക്കാൻ ക്രിസ്തുമസ് നമുക്ക് ധൈര്യം നൽകുന്നു. അതിനാൽ ഒന്നിനെയും ഭയപ്പെടേണ്ട, അവൻ കൂടെയുണ്ട്. അവൻ രക്ഷകനായ ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ.